ഹലോ ഫ്രണ്ട്സ്, വർക്ക് എനർജി ആൻഡ് പവർ പാർട്ട് 9 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ ലെക്ചറിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ദ കോൺസെപ്റ്റ് ഓഫ് വെർട്ടിക്കൽ സർക്കുലർ മോഷനെ കുറിച്ചാണ്. അതായത് നമ്മൾ മോഷനിനെ പ്ലെയിനിലും അതുപോലെ ലോസ് ഓഫ് മോഷനും ഒക്കെ പഠിച്ചത് എന്താണ്? ഹൊറിസോണ്ടൽ സർക്കുലർ മോഷനെ കുറിച്ചാണ്. ശരിയല്ലേ? ഭൂമിക്ക് ഹൊറിസോണ്ടലായിട്ട് ഒരു സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇത്തരം സർക്കുലർ മോഷനെ കുറിച്ചാണ് നമ്മൾ ആ ചാപ്റ്ററിലെല്ലാം പഠിച്ചത്. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ സർക്കുലർ മോഷനെ കുറിച്ചാണ്. വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് വെർട്ടിക്കലായിട്ട് ഇങ്ങനെ കറങ്ങുകയാണ്. ശരിയല്ലേ? നമ്മൾ ഈ അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ കാണുന്ന റോളർ കോസ്റ്ററും അതുപോലെ ഫെയറിസ് വീലും ഒക്കെ ആർക്ക് എക്സാമ്പിൾ ആണ്? ഇത്തരം വെർട്ടിക്കൽ സർക്കുലർ മോഷന് എക്സാമ്പിൾ ആണ്. ശരിയല്ലേ? ഇതിങ്ങനെ പോയി ഇങ്ങനെ കറങ്ങി തിരിച്ചു വരുമെന്ന് പറയുന്നതാണ് ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ആണ്. സോ ഇത്തരം കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ എൻസിആർടി ടെക്സ്റ്റിൽ നിങ്ങൾക്ക് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ 6.7 നോക്കുക. അതിലാണെങ്കിൽ വെർട്ടിക്കൽ സർക്കുലർ മോഷന്റെ കോൺസെപ്റ്റ് വെച്ചാണ് കണക്ക് ചെയ്യുന്നത്. സോ നമുക്ക് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ അറിയത്തില്ലെങ്കിൽ ഇത്തരം കണക്കുകളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ വെർട്ടിക്കൽ സർക്കുലർ മോഷന്റെ A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ച് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. എക്സാമ്പിൾ 6.7. A bob of mass m is suspended by a light string of length capital L. It is imparted a horizontal velocity v0 at the lowest point A, such that it completes a semicircular trajectory in the vertical plane, with the string becoming slack only on reaching the topmost point C. This is shown in the figure 6.6. Obtain an expression for v0, the speeds at the points B and C, the ratio of kinetic energy of B with respect to kinetic energy of C, and comment on the nature of trajectory of the bob after it reached the point C. സോ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു മാസ് ഉണ്ട്, എം എന്ന് പറയുന്ന മാസ് ഉണ്ട്. ഈ മാസിനെ ആണെങ്കിൽ ഒരു ലൈറ്റ് സ്ട്രിങ്ങിൽ കെട്ടിയിട്ടേക്കുകയാണ്. സോ എൽ നീളമുള്ള ഒരു ലൈറ്റ് സ്ട്രിങ്ങിൽ ഇതിനെ കെട്ടിയിട്ടേക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ വെലോസിറ്റി കൊടുത്തു, ഇങ്ങോട്ടൊരു വെലോസിറ്റി കൊടുത്തു. ഈ വെലോസിറ്റിയാണ് v0. ഈ പോയിന്റ് ആണ് ലോവസ്റ്റ് പോയിന്റ് എ. സോ നമുക്ക് ഈ v0യ്ക്ക് പകരം നമുക്ക് എളുപ്പത്തിന് വേണ്ടി വി എ എന്ന് പറയാം. വി എ എന്താണ്? വെലോസിറ്റി അറ്റ് എ ആണ്. ശരിയല്ലേ? ഈ വെലോസിറ്റി കൊടുത്തപ്പോഴത്തേക്കും ഈ മാസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ബോബ് ആണെങ്കിൽ ഇങ്ങനെ കറങ്ങി 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 അതിൻ്റെ ഹയസ്റ്റ് പോയിന്റിൽ എത്തിച്ചേർന്നാണ് പറഞ്ഞത്. ശരിയല്ലേ? ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തിച്ചേർന്നു. സോ ഇതാണ് പോയിന്റ് സി. സോ ഇവിടുന്നാണെങ്കിൽ ഈ ബോഡി കറങ്ങി അവിടെ എത്തി സി എന്ന പോയിന്റിലെത്തി. ശരിയല്ലേ? സി എന്ന പോയിന്റിൽ നമ്മളുടെ സ്ട്രിങ് എന്ത് ചെയ്ത്? സ്ട്രിങ് ബിക്കം സ്ലാക്ക് എന്നാണ് പറഞ്ഞത്. എവിടെ സ്ലാക്ക് ആയത്? ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയ സിയിലാണ് സ്ട്രിങ് സ്ലാക്ക് ആയത്. അതായത് സിയിലാണെങ്കിൽ സ്ട്രിങ്ങിന്റെ ടെൻഷൻ എത്രയാണ്? ടെൻഷൻ അറ്റ് സി ഈസ് ഈക്വൽ ടു 0. ഈ റോപ്പ് സ്ലാക്കായി അല്ലെങ്കിൽ സ്ട്രിങ് സ്ലാക്കായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയഞ്ഞു എന്നാണ്. അതായത് കയറിൽ വലിവില്ല എന്ന അർത്ഥം. സോ സ്ലാക്ക് എന്ന് കണ്ടാൽ നിങ്ങൾ പറയണം എന്താണ്? അവിടുത്തെ ടെൻഷൻ എത്രയാണ്? 0 ആണ്. സോ സി എന്ന പോയിന്റിലെ ടെൻഷന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ v0. അതായത് ഈ വി എ എന്ന ഭാഗത്തുള്ള ഈ വെലോസിറ്റി എത്രയാണ്? അതിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ് ബി. സോ ഇതാണ് പോയിന്റ് ബി. ബിയിലെയും സിയിലെയും വെലോസിറ്റി കണ്ടുപിടിക്കുക. സോ ആദ്യമേ എന്റെ വെലോസിറ്റി കണ്ടുപിടിക്കുക, പിന്നെ വെലോസിറ്റി ഓഫ് ബി ആൻഡ് സി. ബിന്റെയും സിയിലെയും വെലോസിറ്റി കണ്ടുപിടിക്കുക. അതുപോലെ ബിന്റെയും സിന്റെയും കൈനറ്റിക് എനർജിയുടെ റേഷ്യോ കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഓരോന്നും കണ്ടുപിടിക്കാം. ഇതാണ് നമ്മളുടെ മിഡ് പോയിന്റ് 0 എന്ന് പറയുന്നത്. ആ പോയിന്റിൽ നിന്നാണെങ്കിൽ ഒരു കയറിനെ കെട്ടിയിട്ടേക്കാണ്. ഇതാണ് നമ്മുടെ മാസ് എം മാസ് ആണ്. ഈ മാസിലേക്ക് നമ്മൾ ഈ v0 അല്ലെങ്കിൽ വി എന്ന് പറഞ്ഞ വെലോസിറ്റി കൊടുത്തതിന്റെ ഫലമായിട്ട് ഇതിങ്ങനെ കറങ്ങും. ശരിയല്ലേ? വെർട്ടിക്കുലർ സർക്കുലർ മോഷൻ ആയതുകൊണ്ട് മുകളിലോട്ടല്ലേ പോണത്? ഭൂമിക്ക് ലംബമായിട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് മുകളിലോട്ട് പോകും. ശരിയല്ലേ? ഇങ്ങനെ മുകളിലോട്ട് പോകും. അപ്പോൾ ഉറപ്പായിട്ടും ഈ വെലോസിറ്റി വി എന്റെ വാല്യൂ ചേഞ്ച് ചെയ്തില്ലേ? ആ വി എന്റെ വാല്യൂ ഓരോ പോയിന്റിലും വ്യത്യസ്തമായിരിക്കും. സോ വി എന്റെ വാല്യൂ വ്യത്യസ്തമാണെങ്കിൽ ടെൻഷനും വ്യത്യസ്തമാണ്. ശരിയല്ലേ? ഓരോ പോയിന്റിലും കയറിൽ അനുഭവപ്പെടുന്ന ടെൻഷൻ വ്യത്യസ്തമാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ എന്തായത്? ടെൻഷന്റെ വാല്യൂ 0 ആയത്. ശരിയല്ലേ? സോ മുകളിലോട്ട് പോകുന്നതനുസരിച്ച് ടെൻഷന്റെ വാല്യൂ കുറഞ്ഞായിരിക്കും വരുന്നത്. അതുകൊണ്ടായിരിക്കും ഈ പോയിന്റിൽ ടെൻഷന്റെ വാല്യൂ 0 ആയത്. സോ ഇത് മറ്റൊരു കോൺസെപ്റ്റ് ആണ്. ഒരു ബോഡിക്കാണെങ്കിൽ
ഇങ്ങനെ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ ടെൻഷൻ്റെ മിനിമം വാല്യൂ എത്ര ആയിരിക്കണം എന്നറിയാമോ? 0 ആയിരിക്കണം. സോ ഇതൊരു കോൺസെപ്റ്റ് ആണ്. എന്താണ്? ഒരു ബോഡിക്ക് വെർട്ടിക്കൽ സർക്കുലർ മോഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ ടെൻഷൻ അറ്റ്ലീസ്റ്റ് എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. എങ്കിൽ മാത്രമേ ഈ വസ്തു അതിൻ്റെ സർക്കുലർ മോഷൻ അല്ലെങ്കിൽ അതിൻ്റെ വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇനി ടെൻഷൻ്റെ വാല്യൂ 0യേക്കാളും ചെറുതാണെങ്കിൽ അത് ഫുൾ സർക്കുലർ മോഷൻ കാണിക്കില്ല. അതെന്ത് ചെയ്യും? മുകളിൽ ചെന്നിട്ട് താഴേക്ക് പരാബോളിക്കലി അങ്ങ് വീണു പോകും. സോ നിങ്ങൾക്കാണെങ്കിൽ ഒരു കല്ലാണെങ്കിൽ കയറിൽ കെട്ടിയിട്ട് ഇങ്ങനെ വെർട്ടിക്കലി കറക്കി നോക്കുക. നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ സ്പീഡ് കൊടുത്തില്ലെങ്കിൽ ഇവിടം വരെ എന്ത് ചെയ്യും? ആ കല്ലാണെങ്കിൽ ഒന്നുകിൽ ഇങ്ങോട്ടോ വീഴും. അത് ഫുൾ സർക്കിൾ കറങ്ങത്തില്ല. ശരിയല്ലേ? അതേ അവസ്ഥയാണ്. സോ ഇവിടുത്തെ ടെൻഷൻ്റെ മിനിമം വാല്യൂ എത്ര ആയിരിക്കണം? മിനിമം ടെൻഷൻ 0 എങ്കിലും വേണം. സോ നമ്മളാണെങ്കിൽ ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് എ എന്ന പോയിന്റിലെയും ബി എന്ന പോയിന്റിലെയും അതുപോലെ സി എന്ന പോയിന്റിലെയും ടെൻഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം ഈ ടെൻഷൻ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കാം. ശരിയല്ലേ? ഞാനാണെങ്കിൽ ഈ ബോബിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. സോ ഈ പോയിന്റ് എടുക്കാൻ പോവുകയാണ്. ഇവിടെയാണെങ്കിൽ ബോബ് ഇരിക്കുകയാണ്. അപ്പോൾ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ഈ സമയത്ത് വെയിറ്റ് നേരെ താഴോട്ട് ആക്ട് ചെയ്യും. ശരിയല്ലേ? സോ ഇതാണ് എം ജി. ഈ എം ജി എനിക്ക് രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിക്കാം. ശരിയല്ലേ? ഇത് തീറ്റയാണെങ്കിൽ നമുക്ക് എം ജിയെ രണ്ട് കമ്പോണൻസ് ആയിട്ട് തിരിക്കാം. സോ ഇത് തീറ്റയാണെങ്കിൽ എന്തായിരിക്കും? ഇത് തീറ്റയാണ്. ശരിയല്ലേ? കാര്യം ഇത് രണ്ടും എന്താണ്? രണ്ട് പാരലൽ ലൈൻസ് ആണ്. അതിനൊരു ഡിവിഡൻഡ് മുറിച്ചിരിക്കുകയാണ്. സോ ഈ രണ്ട് ആംഗിൾ സെയിം ആണ്. ശരിയല്ലേ? സോ ഇത് എം ജി ആണെങ്കിൽ ഈ കമ്പൗണ്ട് എന്തായിരിക്കും? എം ജി കോസ് തീറ്റ. അതുപോലെ ഇതെന്താണ്? എം ജി സൈൻ തീറ്റ. ശരിയല്ലേ? സോ ഇത് എം ജി കോസ് തീറ്റയും ഇതെന്താണ്? എം ജി സൈൻ തീറ്റയുമാണ്. അതുപോലെ ഈ കയറിലാണെങ്കിൽ ഇപ്പോൾ എന്തുണ്ട്? ടെൻഷൻ ആക്ട് ചെയ്യും. നമുക്കറിയാം ടെൻഷൻ എപ്പോഴും ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അത് അറ്റാച്ച് ചെയ്ത ബോഡിയിൽ നിന്നും ടെൻഷൻ അകന്നു മാറാൻ നോക്കും. ശരിയല്ലേ? സോ ടെൻഷൻ ഇവിടെ ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. ശരിയല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻവേർഡ് ഫോഴ്സ് ആണ്. അതായത് സെൻട്രലിലേക്ക് ആക്ട് ചെയ്ത ആകെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സിന് പകരം നമുക്ക് എം വി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ എന്ന് എഴുതാം. കാര്യം ആർ എന്താണ് ഇവിടെ? എൽ ആണ്. ശരിയല്ലേ? സോ എം വി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, വിച്ച് ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻവേർഡ് ഫോഴ്സ്. അകത്തേക്ക് ആക്ട് ചെയ്ത നെറ്റ് ഫോഴ്സ് എത്രയാണ്? ഇവിടെയാണെങ്കിൽ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ടെൻഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എം ജി കോസിന്റെ ടെൻഷനെ എതിർക്കുന്നുണ്ട്. ശരിയല്ലേ? ഈ രണ്ട് ഫോഴ്സ് നോക്കേ. ഇവിടെയാണെങ്കിൽ ടെൻഷൻ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ എം ജി കോസ് തീറ്റ ടെൻഷനെ എതിർക്കുന്നുണ്ട്. സോ നമുക്ക് ടെൻഷൻ മൈനസ് എം ജി കോസ് തീറ്റ എന്ന് പറയാം. സോ ഇതാണ് നെറ്റ് ഇൻവേർഡ് ഫോഴ്സ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത്? തിരിച്ചെടുക്കാൻ എന്തുകൊണ്ടാണ്? കാര്യം എനിക്കറിയാം ഇത് സർക്കുലർ മോഷനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സർക്കുലർ മോഷനിലൂടെയാണ് പോകുന്നത്. സർക്കുലർ മോഷനിലൂടെ പോകണമെങ്കിൽ ഉറപ്പായിട്ടും അകത്തേക്കൊരു ഫോഴ്സ് വേണം. അതിനേക്കാളും വലുതല്ല ഈ പുറത്തേക്കുള്ള ഫോഴ്സ്. അങ്ങനെ പുറത്തേക്കുള്ള ഫോഴ്സ് വലുതായെങ്കിൽ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടത്തില്ല. അതുകൊണ്ട് ഈ കല്ല് തെറിച്ചു പോയേനെ. ശരിയല്ലേ? അങ്ങനെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആര് വലുതായിരിക്കും? ടെൻഷന്റെ വാല്യൂ ആരെക്കാളും വലുതായിരിക്കും? എം ജി കോസ് തീറ്റയേക്കാളും വലുതായിരിക്കും. ശരിയാണല്ലോ? സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെറ്റ് ഇൻവേർഡ് ഫോഴ്സ് ആണ്. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് നമ്മൾ എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ, അല്ലെങ്കിൽ ഇവിടെ ആർ എൽ ആണ്. സോ എം വി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ എന്ന് എഴുതി. അതുപോലെ നെറ്റ് ഇൻവേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ടെൻഷനിൽ നിന്ന് ആര് കുറയ്ക്കുന്നതാണ്? എം ജി കോസ് തീറ്റ കുറയ്ക്കുന്നതാണ്. നമുക്കിനി ഈസി ആയിട്ട് ആരെ കണ്ടുപിടിക്കാം? ടെൻഷൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ടെൻഷൻ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിനെ ഇവിടെ ഇട്ടിട്ടാണെങ്കിൽ ഇത്രയും ഭാഗം ഇവിടെ കൊണ്ടുവരാം. ശരിയല്ലേ? എം വി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ മൈനസ്, ഈ മൈനസ് ഇവിടെ വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. ശരിയല്ലേ? പ്ലസ് എം ജി കോസ് തീറ്റ. സോ നമുക്ക് ആരുടെ എക്സ്പ്രഷൻ കിട്ടി? ടെൻഷൻ്റെ എക്സ്പ്രഷൻ കിട്ടി. നമുക്കറിയാം ഓരോ പോയിന്റിലും ആര് ചേഞ്ച് ചെയ്യും? ഈ വെലോസിറ്റി ചേഞ്ച് ചെയ്യും, അതുപോലെ ഈ ആംഗിളും ചേഞ്ച് ചെയ്യും. ശരിയല്ലേ? സ്ട്രിങ് ഇങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഈ ആംഗിളും മാറും. അപ്പോൾ ആരൊക്കെയാണ് ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നത്? വെലോസിറ്റിയും ചേഞ്ച് ചെയ്യും, അതുപോലെ തീറ്റൻ്റെ വാല്യൂയും ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഉറപ്പായിട്ടും ആര് ചേഞ്ച് ചെയ്യും? ടെൻഷൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. സോ വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ ഓരോ പോയിന്റിലും അനുഭവപ്പെടുന്ന ടെൻഷൻ വ്യത്യസ്തമാണ്. ശരിയല്ലേ? നമുക്ക് ഈ ഓരോ പോയിന്റിലും അനുഭവപ്പെട്ട ടെൻഷൻ കണ്ടുപിടിക്കാം. എ എന്ന പോയിന്റിലെയും ബി എന്ന പോയിന്റിലെയും സി എന്ന പോയിന്റിലെയും ടെൻഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ നമുക്ക് കിട്ടിയ ടെൻഷൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ടെൻഷൻ വിച്ച് ഈസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ പ്ലസ് എം ജി കോസ് തീറ്റ.
ശരിയല്ലേ? ഇനി നമുക്ക് ഓരോ പോയിന്റിലെയും ടെൻഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ടെൻഷൻ അറ്റ് എ വിച്ച് ഈസ് ഈക്വൽ ടു നമ്മൾ മാസ് അതുപോലെ എഴുതി. ഇനി വെലോസിറ്റിക്ക് പകരം എന്ത് വരണം? എയിലെ വെലോസിറ്റി. സോ എയിലെ വെലോസിറ്റി എന്താണ്? വി എയുടെ സ്ക്വയർ, ശരിയല്ലേ? ഡിവൈഡ് ബൈ എൽ പ്ലസ് ഇനി എന്താണ്? മാസും ജി ഉണ്ട്. ഇനി എയിലെ ആംഗിൾ വേണം. സോ എയിലായിരിക്കുമ്പോൾ ആംഗിൾ എത്രയാണ്? 0. സ്ട്രിങ് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ആംഗിൾ കോടി തീറ്റയായി, ബിയിലെത്തുമ്പോൾ ആംഗിൾ 90 ആകും, സിയിലെത്തുമ്പോൾ ആംഗിൾ 180 ഡിഗ്രി ആവും, ശരിയല്ലേ? സോ എയിലെ ആംഗിൾ എത്രയാണ്? കോസ് 0. കോസ് 0 എത്രയാണ്? 1 ആണ്. സോ ടെൻഷൻ അറ്റ് എ വിച്ച് ഈസ് ഈക്വൽ ടു എം വി എ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ പ്ലസ് എം ജി. കോസ് 0 എത്രയാണ്? 1 ആണ്. സോ ഇതാണ് ടെൻഷൻ അറ്റ് എ. നമുക്കിനി ഇതുപോലെ ടെൻഷൻ അറ്റ് ബി കണ്ടുപിടിക്കാം. സോ ടെൻഷൻ അറ്റ് ബി വിച്ച് ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്? നമ്മുടെ ജനറൽ ഇക്വേഷൻ ആണത്, ശരിയല്ലേ? സോ നമുക്ക് ഇതിന് ടെൻഷൻ അറ്റ് ബി കണ്ടുപിടിക്കാം. മാസ് അതുപോലെ എഴുതി, വി സ്ക്വയർ അതായത് വെലോസിറ്റി ഓഫ് ബിയുടെ സ്ക്വയർ, ശരിയല്ലേ? എൽ നമ്മൾ അതുപോലെ എഴുതി പ്ലസ് എം ജി കോസ്. ഇനി ബിയിലെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി, ശരിയല്ലേ? ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ കോസ് 90. കോസ് 90 എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് ഈ ഫുൾ ടേം എന്തായി മാറും? 0 ആയി പോകും, ശരിയല്ലേ? സോ ടെൻഷൻ അറ്റ് ബി വിച്ച് ഈസ് ഈക്വൽ ടു എം വി ബി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ പ്ലസ് എന്തായി പോവും? 0 ആയി പോവും. സോ ഇതാണ് ടെൻഷൻ അറ്റ് ബി. നമുക്കിതുപോലെ ടെൻഷൻ അറ്റ് സി കണ്ടുപിടിക്കാം. സോ ടെൻഷൻ അറ്റ് സി വിച്ച് ഈസ് ഈക്വൽ ടു എം വെലോസിറ്റി അറ്റ് സിയുടെ സ്ക്വയർ ഡിവൈഡ് ബൈ എൽ പ്ലസ് എം ജി കോസ്. സോ സിയിൽ ആംഗിൾ എത്രയാണ്? ഈ ആംഗിൾ ആണ് 180 ഡിഗ്രി, ശരിയല്ലേ? ഈ സ്ട്രിങ് ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോൾ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. സോ കോസ് 180 എത്രയാണ്? -1 ആണ്, ശരിയല്ലേ? സോ ടെൻഷൻ അറ്റ് സി വിച്ച് ഈസ് ഈക്വൽ ടു എം ബി സി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ മൈനസ് എം ജി, ശരിയല്ലേ? ഇത് -1 ആവും. സോ ഇത് മൈനസ് എം ജി ആവും. സോ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു ടെൻഷൻ അറ്റ് സിന്റെ വാല്യൂ എത്രയാണ്? 0 ആണെന്ന് പറഞ്ഞായിരുന്നു, ശരിയല്ലേ? ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഈ സ്ട്രിങ് സ്ലാക്ക് ആവും, അതായത് ടെൻഷന്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. സോ ടെൻഷൻ അറ്റ് സി 0 ആണെങ്കിൽ നമുക്ക് ഈ ടി സിക്ക് പകരം 0 ഇട്ട് കൊടുക്കാം, ശരിയല്ലേ? സോ 0 ഈസ് ഈക്വൽ ടു എം വി സി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ മൈനസ് എം ജി, ശരിയല്ലേ? നമുക്ക് ഈ മൈനസ് എം ജി ഇവിടെ കൊണ്ടുവരാം. എം ജി വിച്ച് ഈസ് ഈക്വൽ ടു എം വി സി സ്ക്വയർ ഡിവൈഡ് ബൈ എൽ. സോ ഇവിടെയാണെങ്കിൽ നമുക്ക് എമ്മും എമ്മും ക്യാൻസൽ ആയി കളയാം. സോ ജി എൽ ഈസ് ഈക്വൽ ടു വി സി സ്ക്വയർ, ശരിയല്ലേ? സോ വെലോസിറ്റി അറ്റ് സി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി എൽ. സോ നമുക്ക് ആരെ വെലോസിറ്റി കിട്ടി? സി എന്ന പോയിന്റിലെ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. അതുപോലെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മറ്റൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. എന്താണ്? ഈ എൽ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ റിലേഷൻ ഉണ്ടാക്കിയെടുക്കാം. എം ജി എൽ വിച്ച് ഈസ് ഈക്വൽ ടു എം വി സി സ്ക്വയർ, ശരിയല്ലേ? നമുക്കിത് പിന്നീട് ആവശ്യമാകുന്ന ഇക്വേഷൻ ആണ്. നമുക്ക് ഇക്വേഷൻ ഇവിടെ ഇട്ടേക്കാം. ഓക്കെ ആണല്ലോ? നമുക്കറിയാം കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി അനുസരിച്ച് എയിലെയും ബിയിലെയും സിയിലെയും ടോട്ടൽ എനർജിയുടെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആണ്, ശരിയല്ലേ? എ എന്ന പോയിന്റിലും ബി എന്ന പോയിന്റിലും സി എന്ന പോയിന്റിലുമുള്ള ടോട്ടൽ എനർജിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ്. സോ ടോട്ടൽ എനർജി അറ്റ് എ, ടോട്ടൽ എനർജി അറ്റ് എ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് എ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ, ശരിയല്ലേ? സോ എ എന്ന പോയിന്റിലെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൈനറ്റിക് എനർജിയും അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജിയും ആഡ് ചെയ്യുന്നതാണ്. സോ എ എന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിലെ പോയിന്റ് ആണ്, ശരിയല്ലേ? ഏറ്റവും താഴത്തെ പോയിന്റ് ആണ്. അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് എ എത്രയാണ്? ഹാഫ് എം വി എയുടെ സ്ക്വയർ, ശരിയല്ലേ? പ്ലസ് എത്രയാണ്? 0. സോ ടോട്ടൽ എനർജി അറ്റ് എ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി എ സ്ക്വയർ എന്ന് കിട്ടും. വേറെ ഒന്നുമില്ലല്ലോ, ഇതാണ് ടോട്ടൽ എനർജി അറ്റ് എ. സോ നമുക്ക് ഇവിടെ നിന്നും എന്ത് കിട്ടി? ടോട്ടൽ എനർജി അറ്റ് എ കിട്ടി, ശരിയല്ലേ? എ എന്ന പോയിന്റിലെ ആകെ എനർജി കിട്ടി. ഇനി ഇതുപോലെ നമുക്ക് ടോട്ടൽ എനർജി അറ്റ് ബി കണ്ടുപിടിക്കാം, ശരിയല്ലേ? ടോട്ടൽ എനർജി അറ്റ് ബി വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ബി പ്ലസ്
പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബി. ശരിയല്ലേ? കൈനറ്റിക് എനർജി ഓഫ് ബി വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് ബി വിച്ച് ഈസ് ഈക്വൽ ടു എം ജി. ഇനി എച്ച് വേണം. സോ ബി എന്ന പോയിന്റിലെ ഗ്രൗണ്ടിൽ എത്ര ഹൈറ്റിലാണ്? എൽ ഹൈറ്റിലാണ്. ശരിയല്ലേ? ഈ ദൂരം എത്രയാണ്? എൽ ദൂരമാണ്. ശരിയല്ലേ? സോ എം ജി എൽ. സോ ഇതാണ് ടോട്ടൽ എനർജി അറ്റ് ബി എന്ന് പറയുന്നത്. ശരിയല്ലേ? അതുപോലെ നമുക്കാണെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്നതാണ് ടോട്ടൽ എനർജി അറ്റ് സി. ടോട്ടൽ എനർജി അറ്റ് സി വിച്ച് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി അറ്റ് സി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് സി. ശരിയല്ലേ? നമുക്ക് കൈനറ്റിക് എനർജി അറ്റ് സി കണ്ടുപിടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വെലോസിറ്റി അറ്റ് സി ദ ഹോൾ സ്ക്വയർ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി. ഇനി എച്ച് വേണം. ശരിയല്ലേ? ഈ പോയിന്റ് ഗ്രൗണ്ടിൽ എത്ര ഹൈറ്റിലാണ്? ഇത് ഒരു എൽ ആണ്, അതുപോലെ ഇത് മറ്റൊരു എൽ ആണ്. ശരിയല്ലേ? 2L. സോ ഇൻറ്റു 2L. സോ ഹൈറ്റ് ആണ് 2L. ശരിയല്ലേ? സോ നമുക്ക് ഈ എം സി സ്ക്വയറിൻ്റെ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? എം സി സ്ക്വയറിൻ്റെ വാല്യൂ എന്താണ്? നമ്മൾ നേരെ സ്റ്റാർ ഇട്ട് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? എം ജി എൽ. സോ ടോട്ടൽ എനർജി അറ്റ് സി എന്ന് പറഞ്ഞത് ഹാഫ് എം സി സ്ക്വയറിന് പകരം നമുക്ക് എം ജി എൽ എന്ന് പറയാം. ശരിയല്ലേ? സോ എം ജി എൽ പ്ലസ് 2mgl. സോ 2mgl പ്ലസ് ഹാഫ് എം ജി എൽ. രണ്ടും അരയും രണ്ടര, അതായത് 5/2. ശരിയല്ലേ? 5/2 mgl. സോ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5/2 mgl കിട്ടും. അതാണ് ടോട്ടൽ എനർജി അറ്റ് സി. സോ ടോട്ടൽ എനർജി അറ്റ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടിയെങ്കിൽ 5/2 mgl കിട്ടിയെങ്കിൽ ഇത് തന്നെയായിരിക്കും എന്ത്? ഇവിടുത്തെയും എനർജി. ശരിയല്ലേ? സോ നമുക്ക് ഈ ഇക്വേഷൻ മാറ്റിക്കൊണ്ട് എഴുതാം. 5/2 mgl. സോ ഇതാണ് എന്തോന്ന്? ടോട്ടൽ എനർജി. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ എനർജി അറ്റ് എയും ടോട്ടൽ എനർജി അറ്റ് സിയും എല്ലാം ഈക്വൽ തന്നെയാണ്. ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ഈ ടോട്ടൽ എനർജി അറ്റ് എക്ക് വരെ നമുക്ക് എന്ത് പറയാം? 5/2 mgl ഹാഫ് എം വി എ സ്ക്വയർ. ശരിയല്ലേ? ഈ എമ്മും ക്യാൻസലായി, ഈ 2ഉം ക്യാൻസലായി. സോ വി എ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 5gl ആൻഡ് വി എ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5gl. സോ നമുക്ക് ആരെ കണ്ടുപിടിച്ചു? ഇവിടുത്തെ വെലോസിറ്റി കണ്ടുപിടിച്ചു. ശരിയല്ലേ? ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? റൂട്ട് ഓഫ് 5gl. സോ ഇവിടുത്തെ വെലോസിറ്റി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. ശരിയല്ലേ? എത്രയാണ്? റൂട്ട് ഓഫ് gl. സോ നമ്മളിത് ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇവിടുത്തെ വെലോസിറ്റി. ബി എന്ന പോയിന്റിലെ ടോട്ടൽ എനർജി എത്രയാണ്? സോ നമുക്കിത് ഇങ്ങോട്ട് മാറ്റി എഴുതാം. ടോട്ടൽ എനർജിക്ക് പകരം നമുക്ക് 5/2 mgl എന്ന് എഴുതാം. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി ബി സ്ക്വയർ പ്ലസ് ഇനി ആരുണ്ട്? mgl. സോ നമുക്ക് ഈ mgl ഇവിടെ കൊണ്ടുവരാം. 5/2 mgl minus mgl which is equal to half mvb square. ശരിയല്ലേ? ഇത് 2.5 ശരിയല്ലേ? 5/2 എന്നാൽ 2.5. 2.5 നിന്നും 1 കുറച്ച് എത്ര കിട്ടും നമുക്ക്? 1.5, അതായത് 3/2 mgl. നമുക്ക് എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം? ഇത് കുറച്ചെടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? ഹാഫ് എം വി ബി സ്ക്വയർ. സോ എമ്മും ക്യാൻസൽ ആകും, ഈ 2ഉം ക്യാൻസൽ ആകും. സോ വി ബി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 3gl. അതുപോലെ വി ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? റൂട്ട് ഓഫ് 3gl. സോ നമുക്ക് ആരും കിട്ടി? ഈ വെലോസിറ്റിയും കിട്ടി. സോ ഇവിടുത്തെ വെലോസിറ്റിയും എല്ലാം കിട്ടിക്കഴിഞ്ഞു. ശരിയല്ലേ? സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ഒരു ബോഡിക്കാണെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആവശ്യമായ മിനിമം വെലോസിറ്റികളാണ് ഇത് മൂന്നും. ഏതൊക്കെയാണ്? എ എന്ന പോയിന്റിലെ മിനിമം വെലോസിറ്റി, അതായത് വി എ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5gl ആയിരിക്കും. ശരിയല്ലേ? ഈ എൽ എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ് ആണ്. അതുപോലെ വെലോസിറ്റി ഓഫ് ബി എത്രയാണ്? വെലോസിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ്
3gl ആയിരിക്കും. അതുപോലെ വെലോസിറ്റി ഓഫ് സി എന്ന് പറഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി √GL ആയിരിക്കും. എങ്കിൽ മാത്രമേ ഒരു ബോഡിക്ക് സർക്കുലാർ മോഷൻ, വെർട്ടിക്കൽ സർക്കുലാർ മോഷൻ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ നമ്മൾ കൊടുക്കുന്ന വെലോസിറ്റി ആണെങ്കിൽ ഈ ഡൗൺ പോയിന്റിലെ അല്ലെങ്കിൽ ഗ്രൗണ്ട് പോയിന്റിലെ വെലോസിറ്റി ആണെങ്കിൽ ഇതിനേക്കാളും ചെറുതാണെങ്കിൽ ഒരിക്കലും ഈ ബോഡി ആണെങ്കിൽ ഈ സർക്കുലാർ മോഷൻ കംപ്ലീറ്റ് ചെയ്യത്തില്ല. അത് ഇവിടം വരെ പോയിട്ട് എന്ത് ചെയ്യും, അങ്ങ് വീണു പോകും. ശരിയല്ലേ? സോ ഭൂമിയുടെ ഗ്രാവിറ്റിക്ക് എതിരെയാണെങ്കിൽ സഞ്ചരിക്കണമെങ്കിൽ മിനിമം ആവശ്യമുള്ള വെലോസിറ്റിയാണ്, ഏറ്റവും ഗ്രൗണ്ടിലെ വെലോസിറ്റിയാണ് √5gl. ഈ പോയിന്റിലെ വെലോസിറ്റിയാണ് √3gl. ഇവിടുത്തെ വെലോസിറ്റിയാണ് √GL. സോ ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ വെലോസിറ്റി ഇതിനേക്കാളും ചെറുതാണെങ്കിൽ ആ പോയിന്റിലൂടെ ഈ വസ്തുവിനാണെങ്കിൽ ഇങ്ങനെ കിടന്ന് കറങ്ങാൻ പറ്റത്തില്ല. സോ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 3 വെലോസിറ്റി ഇക്വേഷൻസ് ആണിത്. നിങ്ങളുടെ എൻട്രൻസ് എക്സാമിനേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 വെലോസിറ്റി ഇക്വേഷൻസ് ആണിത്. അതുപോലെയാണെങ്കിൽ സി എന്ന പോയിന്റിൽ നമ്മുടെ ടെൻഷൻ്റെ വാല്യൂ എത്രയായിരിക്കും? ടെൻഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ ഒരു വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും മുകളിലെ പോയിന്റിൽ ടെൻഷൻ്റെ വാല്യൂ 0 ആയാൽ കൂടി അത് സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ ആണല്ലോ? സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റേഷ്യോ കണ്ടുപിടിക്കാൻ. ശരിയല്ലേ? കൈനറ്റിക് എനർജിയുടെ റേഷ്യോ കണ്ടുപിടിക്കാൻ. കൈനറ്റിക് എനർജി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു കൈനറ്റിക് എനർജി ഓഫ് സി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം കൈനറ്റിക് എനർജി ഓഫ് ബി എത്രയാണ്? കൈനറ്റിക് എനർജി ഓഫ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ½mvb² ആണ്. ശരിയല്ലേ? അതുപോലെ കൈനറ്റിക് എനർജി ഓഫ് സി എന്താണ്? /12mvc² ആണ്. ശരിയല്ലേ? നമുക്ക് ഈ ഹാഫും വെട്ടിക്കളഞ്ഞു പോവാം. സോ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഈസ് ഈക്വൽ ടു VB² /VC². സോ നമുക്ക് VB² കണ്ടുപിടിക്കാമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു VB എത്രയാണ്? √3gl ആണ്. അതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 3gl എന്ന് വരും. ശരിയല്ലേ? /VC² എത്രയാണ്? ഇതാണ് VC. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പം GL എന്ന് വരും. സോ GLും GLും ക്യാൻസലായി നമുക്ക് കിട്ടും 3/1. സോ കൈനറ്റിക് എനർജി ഓഫ് ബി ഈസ് ടു കൈനറ്റിക് എനർജി ഓഫ് സി എത്ര കിട്ടും? 3:1. സോ ഇതാണ് ഇതിൻ്റെ കൈനറ്റിക് എനർജീസിൻ്റെ റേഷ്യോ. സോ വെർട്ടിക്കൽ സർക്കുലർ മോഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ വെലോസിറ്റിയാണ്. ഗ്രൗണ്ടിലെ വെലോസിറ്റി ആയിരിക്കണം. വെലോസിറ്റി അറ്റ് എ എന്ന് പറഞ്ഞാൽ √5gl ആയിരിക്കണം. അതുപോലെ വെലോസിറ്റി അറ്റ് ബി പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് വെലോസിറ്റി √3gl അതുപോലെ ഇതിൻ്റെ ഈ ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെലോസിറ്റി √GL ആയിരിക്കണം. സോ ഇങ്ങനെയാണെങ്കിൽ മാത്രമേ മിനിമം ഇത്രയെങ്കിലും വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? വെർട്ടിക്കൽ സർക്കുലർ മോഷൻ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. സോ ഈ കാരണം കൊണ്ടാണ് നമ്മുടെ വിമാന അഭ്യാസങ്ങൾ നടത്തുമ്പോഴത്തേക്കും വിമാനത്തിൻ്റെ സ്പീഡ് പൈലറ്റ് ഈ എത്രയേക്കാളും കൂടുതൽ വെക്കുന്നത്. നമ്മൾ വിമാനമാണെങ്കിൽ ഇങ്ങനെ ഉള്ള വെർട്ടിക്കൽ സർക്കുലർ മോഷനൊക്കെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഗ്രൗണ്ട് സ്പീഡ്, അതായത് വിമാനത്തിൻ്റെ ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ സ്പീഡ് എത്ര ആയിരിക്കണം? √5gl കൂടുതലായിരിക്കണം. എന്നാൽ മാത്രമേ വിമാനത്തിന് ഇങ്ങനെയുള്ള വെർട്ടിക്കൽ സർക്കുലർ മോഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുകയുള്ളൂ. സോ ഈ വെലോസിറ്റി ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് വെലോസിറ്റിയാണ്. ഇത്രയും വെലോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഏത് വസ്തുവിനും വെർട്ടിക്കൽ സർക്കുലർ മോഷൻ കാണിക്കുവാൻ കഴിയുകയുള്ളൂ. സോ ഇതാണ് വെർട്ടിക്കൽ സർക്കുലർ മോഷനെ പറ്റി നമ്മുടെ NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.